അവൻ്റെ ആ സിനിമയുണ്ടല്ലോ പൊന്മാൻ എനിക്ക് അതിന് മുന്നേ ഒരു പ്രീവിയസ് ഒരു പടം വന്നാൽ ഇമ്മീഡിയറ്റ് വന്നതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു 2 ആഴ്ച ഗ്യാപ്പിൽ പ്രാവൻകൂടിനെ ഫോളോ ചെയ്തിട്ടാണ് വന്നത്. അല്ല, പ്രാവൻകൂടിനെ ഫോളോ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചെറിയ ഗ്യാപ്പ് 2 ആഴ്ച ഗ്യാപ്പിൽ ആ പടം വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് അത് തിയേറ്ററിൽ എത്രത്തോളം സെലിബ്രേറ്റ് ചെയ്തൊന്ന്, കാരണം ഭയങ്കര ഒരു മാസീവ് സിനിമക്ക് അപ്പുറത്തേക്ക് OTT വന്ന സമയത്ത് അതിന് കിട്ടിയപ്പോൾ ഞാൻ മറ്റേ OTT കാണുന്നത്. അപ്പോൾ അതിൽ അവൻ നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു. ഇൻ ടേംസ് ഓഫ് അവൻ്റെ ആക്ടിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവൻ ആ ക്യാരക്ടറിനെ പിടിച്ചതായിക്കോട്ടെ, അത് ഭയങ്കരമായിട്ട് അവൻ അതിൽ ഇൻവോൾവ് ചെയ്തതും, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ഗ്രോത്ത് ആസ് എൻ ആക്ടറെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മുടെ കൂടെ വന്ന ഒരാളല്ല, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ നമ്മുടെ ഇങ്ങനൊരു ലെവലിൽ അക്ലെയിംഡ് ആവുക എന്നൊക്കെ പറയുന്നത് അതവൻ വെൽ ഡിസേർവ്ഡ് ആണ് ആ രീതിയിൽ ഫോർ പൊന്മാൻ. അത് അവൻ തുടർന്ന് ചെയ്യാൻ പറ്റട്ടെ എന്റെ പ്രാർത്ഥന. ഇപ്പൊ അല്ലു അർജുന്റെ സഹോദരന്റെ കല്യാണത്തിനൊക്കെ പോയിട്ടപ്പോ അല്ലു അർജുനായിട്ടൊക്കെ പടം ഉണ്ടെന്നൊക്കെ പറയുന്ന കേട്ടോ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു? അതൊക്കെ അറിയാം, പക്ഷെ അത് പറഞ്ഞിട്ട് വേണം. അല്ല, അവനിപ്പോ അവന്റെ പരിപാടികളൊക്കെ നമുക്കറിയാം, പക്ഷെ ഇനിയിപ്പോ ഞാൻ എല്ലാ സ്ഥലത്തും പോയി അവന്റെ പരിപാടികളൊക്കെ പറയണു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. മിക്കവാറും ഞങ്ങളൊരു സിനിമ, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടയ്ക്ക് സംസാരിക്കുന്നതിനോടത്തൊരു സിനിമ, അവനെ വെച്ചൊരു സിനിമ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാനൊരു കഥ ആലോചിച്ചിരുന്നു. അതിനിടയ്ക്ക് ഞങ്ങളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന ഒരു ദിവസം. ആസ് എൻ ആക്ടർ അവൻ ഭയങ്കരമായിട്ട് ഇവോൾവ് ചെയ്ത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി.